വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ബുക്ക് യുവർ ഷോ. സോ വീക്കെൻഡ് ആയിട്ട് ഒരുപാട് മൂവീസ് റിലീസ് ആവുന്നുണ്ടല്ലോ. അതെ, ഈ 20th ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ വീണ്ടും പോലീസ് കഥാപാത്രത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ പ്രിയാമണിയും പ്രിയാമണിയും കുഞ്ചാക്കോയും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നായകനാവുന്നത്, ഒരു കോംബോ ആയിട്ട് വരുന്നത്. എനിക്ക് ഈ ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മൂവി. ജഗദീഷ് ഏട്ടൻ ഒരു നല്ലൊരു കഥാപാത്രത്തിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിശാഖും റംസാനും, വിശാഖ് നായർ, റംസാൻ, എനിക്കൊന്ന് കുറേ യങ്സ്റ്റേഴ്സ് അണിനിരക്കുന്നുണ്ട്. ട്രെയിലറിൽ തന്നെ കാണാനുണ്ടല്ലോ. അതെ അതെ. പക്ഷെ ട്രെയിലർ കണ്ടിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. ഫിലിം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നായാട്ടില് പോലീസ് വേഷം ചെയ്ത സംവിധായകൻ. സോ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ട്. അതിന്റെ അടുത്ത ഡേ തന്നെ 21st ഗെറ്റ് സെറ്റ് ബേബി വരുന്നത്. മാർക്ക് കഴിഞ്ഞ് ഉണ്ണിമൂന്തന്റെ വേറൊരു, പക്ഷെ ഇത്തവണ ഫാമിലി മൂവി ആയിട്ടാണ്, പീസ്ഫുൾ ആയിട്ട് എല്ലാവരും വീക്കെൻഡ് അടിച്ച് പൊളിക്കാം. അതെ, അതുപോലെ തന്നെ നിഖിലാവിമലും ഉണ്ണിമൂന്തനും കോംബോയിൽ വരുന്ന ആദ്യത്തെ മൂവിയാണ്. അതിനകത്ത് സുധീഷും അതേപോലെ സുരഭിയും അതുപോലെ കുറേ നല്ല സ്റ്റാർ കാസ്റ്റിംഗ് വരുന്നുണ്ട് ഇതിന്. ശ്യാമും ഇതിനകത്തൊരു കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. ശ്യാം റൊമാൻസിന് ശേഷം അടുപ്പിച്ച് നല്ല നല്ല കഥാപാത്രങ്ങൾ ശ്യാമം ചെയ്യുന്നുണ്ട്. സോ നമ്മള് ട്രെയിലർ കണ്ടു, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് ഉണ്ണിമൂന്തൻ വരുന്നത്, ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ട്. ഫാമിലിക്കെല്ലാം അങ്ങനെ ഒരു കുഞ്ഞു പിള്ളേരുടെ ഒരു പരിപാടി. വീണ്ടും ഉണ്ണിമൂന്തനെ മാർക്കോയ്ക്ക് ശേഷം നമുക്ക് വേറൊരു ശേഷമാണ് കാണുന്നെങ്കിലും പഴയ ഉണ്ണിമൂന്തന്റെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റില്ല. എന്തായാലും 21st. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ജോണി ആന്റണി ഉണ്ട്. അതുപോലെ എല്ലാവരും കോമഡി ഫാമിലി മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റായിട്ട് പോയി കാണണം. പിന്നെ തമിഴിന്ന് പ്രദീപ് രംഗനാഥൻ ഡ്രാഗൺ, ലവ് ടുഡേക്ക് ശേഷം വീണ്ടും പ്രദീപ് അഭിനയിക്കുന്നത്. അതുപോലെ അനുപമയാണ് അതില്. പ്രദീപിന്റെ 2 മൂവീസിലും മലയാളികളായിരുന്നു. അതാണ് ലവ് ടുഡേയിൽ ഇവയായിരുന്നു മലയാളി. ഇപ്പൊ അനുപമയും ഒരു മലയാളി താരം വീണ്ടും അഭിനയിക്കുകയാണ്. അതേപോലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. ഗൗതം മേനോൻ, രവി കുമാർ, അതേപോലെ മിസ്കിൻ. ഇവരൊക്കെ ഓൾറെഡി സിനിമയിൽ വന്നാലേ കോമഡിയാണ്. കോമഡി കഥാപാത്രങ്ങളാണ് കൂടുതൽ. മിസ്കിനൊക്കെ, രവികുമാറൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യാറ്. സോ നല്ലൊരു കോമഡി മൂവി വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. എനിക്ക് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പ്രദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഡയറക്ഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി മൊത്തത്തിൽ അഭിനയത്തിലോട്ട് വരാനുള്ള പരിപാടിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലവ് ടുഡേക്ക് ശേഷം വീണ്ടും ഒരു കോമഡി മൂവി അദ്ദേഹത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൽപ്പാത്തി സഗോറാണ്. അർച്ചന കൽപ്പാത്തി നമുക്കറിയാം, ഓൾറെഡി വിജയുടെ മൂവീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. അതെ, അർച്ചന കൽപ്പാത്തി ഇതിനകത്ത് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അടിപൊളി ഒരു അതേപോലെ അശ്വത്താണ് ഇതിന്റെ ഡയറക്ടർ. നമുക്ക് കാത്തിരിക്കാം അല്ലേ. അത് ഫെബ്രുവരി 21 ഡ്രാഗണും 20th ഓഫീസർ ഓൺ ഡ്യൂട്ടി. പിന്നെ നമ്മൾ വിട്ടുപോയ വേറൊരെണ്ണമുണ്ട് പറയാ, ചാവ. നോർത്ത് ഇന്ത്യയിൽ അതെ, നോർത്ത് ഇന്ത്യ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുകയാണ്. രശ്മികയാണ് നായികയായിട്ട് വരുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ പീരിയോഡിക്കൽ പരിപാടിയാണ്. അതെന്തായാലും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ് ഉറപ്പായിട്ടും. എൻ്റെ എന്താ പറയാ, വിക്കി കൗശൽ എൻ്റെ വേഷം തന്നെ കണ്ടാൽ തന്നെ എക്സൈറ്റഡ് ആണ്. ഇതുവരെ കാണാത്തവർ എന്തായാലും പോയി കാണുക. സോ ഇത്രയും മൂവീസാണ് റിലീസ് ആയിട്ടുള്ളതും റിലീസ് ആവാൻ പോകുന്നതും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ടി സ്റ്റുഡിയോസിൻ്റെ കൂടെ ഇതിൻ്റെ അണിയറപ്രവർത്തകരായിരിക്കും. യെസ്. അപ്പോൾ കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനായി വാച്ച് ബുക്ക് യുവർ ഷോ.